ഹായ് ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. വേറൊരു ഡേ ഇൻ മൈ ലൈഫ്. ഒരു പുതുമയുമില്ല, അതേ തന്നെ പണി ചെയ്യുന്നു. അപ്പോൾ അത് 6 മണിയൊക്കെ ആയിട്ടുള്ളൂ. നല്ലൊരു മൂടൽമഞ്ഞൊക്കെ ഉണ്ട്. പക്ഷേ ആകാശത്ത് സൂര്യൻ ഒരു പൊട്ടുപോലെ വന്ന് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊക്കെ. ക്ലൈമറ്റ് അങ്ങനെ ഒരു ചെറിയ മഞ്ഞ് മൂടിയ ക്ലൈമറ്റാണ്. ഇത് ഉലുവ വെള്ളമാണ് കേട്ടോ. ഞാൻ ഒരു ഉലുവ വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു റുട്ടീനൊക്കെ ആയിട്ട്. ഇതപ്പോൾ പാല് ഇന്നലെ മേടിച്ചിട്ട് വന്നാണ്, പിരിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കത് കളയാം. അപ്പോൾ ഗൈസ്, ഇത് ഇന്നലത്തെ ചോറാണ്, കുക്കറിലാണ് വെച്ചത്. കുറച്ച് ബാക്കി വന്നു. അപ്പോൾ നമുക്കതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് കുക്കറൊക്കെ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ ഇറച്ചിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇറച്ചിക്കറിയും റവ ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് അതും കൂടി തട്ടാം. അപ്പോൾ ഇന്നലെ ഇറച്ചിക്കറി വെച്ചതിൻ്റെ വേഷമാണ് കേട്ടോ ചുമരിലൊക്കെ കാണുന്നത്. അപ്പോൾ ചൂടാക്കാനുള്ളതൊക്കെ ചൂടാക്കി, ചോറൊക്കെ മാറ്റി വെച്ചു ഇന്നത്തെ തലേന്നൊക്കെ ഉള്ളത്. ബാക്കി തുടച്ചിട്ട് പണിയൊക്കെ ഒരുക്കുക. എന്നും സെയിം റുട്ടീനാണ്. അതുകൊണ്ടാണ് പിന്നെ വേറെ കണ്ടൻറ്റ് എടുക്കുക പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഇങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് സെയിം പോലെ വരുന്നത്. ഇപ്പോൾ എന്നും നമ്മൾ അടുക്കളയിൽ ഒരേപോലെ തന്നെയല്ലേ പണി ചെയ്യണത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യും, പിന്നെ ബാക്കി പണി അങ്ങനെ തുടങ്ങാം. ഇതൊക്കെ ഉപ്മാവ് ഉണ്ടാക്കാനാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്, റവ ഉപ്മാവ്. പിള്ളേർ എണിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. കണ്ടില്ലേ, പേപ്പറും കടലാസൊക്കെ വലിച്ച് കീറി ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു എണിക്കുമ്പോഴേക്കും ഉപ്മാവ് ഉണ്ടാക്കി വയ്ക്കാം, എന്നിട്ട് അടിച്ചു വരി മുറ്റടിക്കാം. എന്തായാലും മഞ്ഞ ഒരു ഇങ്ങനെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്, തണവൊന്നുമില്ല, നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ട്. എന്താ കറിവേപ്പിൻ്റെ കുറേ ആൾക്കാർ വന്ന് അതൊക്കെ പൊട്ടിച്ചിട്ട് പോയിട്ടാണ്, പറയാൻ പറ്റില്ലല്ലോ. അവരിവിടെയുള്ള ആൾക്കാരാണ്, നമ്മൾ വാടകക്കാരല്ലേ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു, അതിൻ്റെ ചില്ല അടക്കം പൊട്ടിച്ചിട്ട് പോയി. അപ്പോൾ ഇതപ്പോൾ നമുക്ക് കറിവേപ്പില പറിക്കാം കേട്ടോ, ഫ്രഷ് കറിവേപ്പില. അപ്പോൾ നമുക്ക് 2 ഇല മതി കേട്ടോ, 2 എണ്ണം വേണ്ട, 1 എണ്ണം മതി. നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടുത്തെ ക്ലൈമാറ്റിൻ്റെയാണ് കേട്ടോ ഇതിൽ അപ്പടി പൊടി പിടിച്ച് കിടക്കുന്നത്. ഈ മഞ്ഞും കാറ്റും ഒക്കെ ഉള്ളതായി നല്ല പൊടിയുണ്ട്. അപ്പോൾ കഴുകിയെടുക്കാം. അപ്പോൾ ഉപ്മാവ് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇത്രയേ എടുക്കുള്ളൂ കേട്ടോ. എന്താ ഉള്ളത് പറഞ്ഞാൽ അത് എടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ റവ വറുക്കണു. എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനും എടുത്തു തരാനൊന്നും ആരുമില്ല. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ചാരി വെച്ചിട്ട് എടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ റവയ്ക്ക് സൂചി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനും ഇപ്പോൾ സൂചി എന്ന് പറഞ്ഞിട്ട് മേടിക്കുന്നത്. നിങ്ങളെയും കൂടി പറഞ്ഞു തരാൻ വിചാരിച്ചു, അറിയാത്തവരുണ്ടെങ്കിലേ. പിന്നൊന്ന് വെക്കാൻ പോണത് ചെറുപയർ കറിയാണ്. അപ്പോൾ ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെറുപയർ അടുപ്പിൽ വെച്ചു, റവ ഉപ്മാവ് ആയിട്ടുണ്ട്. പിന്നെ ചായ വയ്ക്കാം. ചായയും വെച്ച് റവ ഉപ്മാവ് കഴിക്കുമ്പോഴേക്കും ചോറും കൂട്ടാനുള്ളതൊക്കെ ഒരുവിധം ആകും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചായക്ക് ഞങ്ങൾ ഉപ്മാവാണ് കേട്ടോ കഴിക്കുന്നത്, അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ചായക്ക് ഞങ്ങൾ ഉപ്മാവ് ഉണ്ടാക്കാനാണ് തുടങ്ങിയത്. കുറേ നാളായി റവ മേടിച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കിയപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മേടിച്ചിപ്പോൾ മോർണിംഗിൽ റവയാണ് കൂടുതലും കഴിക്കുന്നത്. ഇപ്പോൾ കുറച്ചിതായിട്ട് കേട്ടോ, അല്ലെങ്കിൽ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കുമായിരുന്നു, ദോശയോ ഗോതമ്പ് ദോശയൊക്കെ. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഞങ്ങൾ ചോറ് വെക്കുന്നത്. പൊന്നേരി പോലത്തെ അരിയാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ അരിയും കഴുകി അടുപ്പിൽ വെച്ചു, ഇതാ സെറ്റായി. അപ്പോൾ അതിനിടയ്ക്ക് പിള്ളേർക്കൊക്കെ കൊടുത്തതാണ്. കുഞ്ചാവ കഴിച്ച് കഴിഞ്ഞിട്ടില്ല. ഞാനിനിയിപ്പോൾ അടിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം
ഫുഡ് കഴിക്കാനിരിക്കാൻ. അതൊക്കെ ഇനിയിപ്പം വലിയ നടക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ ടൈം പോകുന്നതൊക്കെ അറിയില്ല. അപ്പം എൻ്റെ അടിച്ചൊന്നും കഴിഞ്ഞിട്ടില്ല. അവൻ എൻ്റെ മേലെ വന്നിട്ട് വീഡിയോ എടുക്കണ കണ്ടപ്പോൾ കളിക്കാൻ നിൽക്കുകയാണ്. സൈഡിൽ കണ്ടോ ഒരു ലോഡ് ചെയറിൽ മടക്കി വയ്ക്കാൻ തുണി നിറയെ ഉണ്ട് കേട്ടോ. അടിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്കും ചോറ് തിളച്ചു കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞു പൊന്നിയരി ആയതുകൊണ്ട്, പൊന്നിയരി ആണോയെന്ന് എനിക്കറിയില്ല, അത് അങ്ങനത്തെ റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. ഞങ്ങൾ കുറേ നാളായിട്ട് കുക്കറിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇങ്ങനത്തെ പാത്രത്തിൽ വയ്ക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനത്തെ പാത്രത്തിൽ വയ്ക്കുമ്പോൾ കുക്കറിൽ വയ്ക്കുന്നതിനെക്കാട്ടിലൊരു സുഖമുണ്ട് ചോറുണ്ണാൻ. ബാക്കിയുള്ളതൊക്കെ അടിച്ച് വൃത്തിയാക്കി തൂത്ത് കളയാം. അപ്പോൾ ഇപ്പം പിള്ളേർക്ക് വെക്കേഷനാണേ. അപ്പോൾ വെക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ അടിക്കാനും തുടയ്ക്കാനും അല്ലെങ്കിൽ മുറ്റമടിക്കാനൊക്കെ നിൽക്കുകയുള്ളൂ. അത് എത്ര നേരത്തെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടേ തുടങ്ങുകയുള്ളൂ മുറ്റമടിക്കലൊക്കെ. കാരണം അതങ്ങനെ ഒരു ശീലമായി. കാരണം രാവിലെ എണീച്ചിട്ട് സ്കൂളിൽ പോകുന്ന ടൈമിൽ അങ്ങനെ എണീച്ചതും അടുക്കളയിൽ കയറും. എന്നിട്ട് പിള്ളേർക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗം ഫുഡ് ഉണ്ടാക്കും. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരക്കില്ലാണ്ട് മെല്ലെ അടിച്ച് വരില്ല. അപ്പോൾ അതൊരു റുട്ടീനായിട്ട് മാറി. ഇപ്പം ഞാനിനിയിപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ചത് എൻ്റെ അടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനും മെല്ലെ കഴിക്കാൻ പോകണേ ഉള്ളൂ. കട്ടൻ ചായയും ഉപ്മാവും ഇന്നലത്തെ ഇറച്ചിക്കറിയും. ഇത് അടുക്കളയത്തെ ഗ്ലാസ് ഇട്ട സ്ഥലമാണ്. അപ്പോൾ ഇത്തിരി വെളിച്ചമൊക്കെ വന്നാലേ ഞാൻ ഈ കർട്ടനൊക്കെ മാറ്റുള്ളൂ. അതുവരെ ലൈറ്റാണ് യൂസ് ചെയ്യുക. വെളിച്ചം വന്നു തുടങ്ങിയാൽ പിന്നെ ലൈറ്റ് ആവശ്യമില്ല. നല്ല വെളിച്ചം ഉണ്ടാവും ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ. സെക്കൻഡ് റൗണ്ട് പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഉപ്മാവുണ്ടാക്കിയ ചട്ടി ഇത് കഴുകി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കറി വയ്ക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകാൻ വരുമ്പോൾ മടിയുള്ള ആൾക്കാരൊന്നും കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ഏത് നേരം പാത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചെറുപയർ കറി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, തിളച്ച് കഴിഞ്ഞ് ഓഫാക്കാം കേട്ടോ. തിളച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് സ്കൂൾ തുറക്കാനായി. ഏപ്രിൽ 7 സ്കൂൾ തുറക്കും. അപ്പോൾ 2 പേർക്കും പുസ്തകങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അപ്പോൾ അവിടെ നിന്ന് നേരത്തെ കാലത്ത് തന്നെ പുസ്തകങ്ങൾ കിട്ടി. സ്കൂള് അടുത്ത മാസം തുറക്കണമല്ലോ. അടുത്ത മാസം പിന്നെ ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ. ഇത് നീൽക്കുട്ടൻ്റെ ബുക്സ്, അത് ഹെലിക്കുട്ടൻ്റെ ബുക്സ്. അപ്പോൾ ഇന്ന് ബുക്സ് കവർ ചെയ്യലാണെന്ന് വേറൊരു ജോലി. അത് കഴിഞ്ഞിട്ട് ഒരു ലോഡ് തുണി മടക്കുന്നുണ്ട്. അതൊന്നും നടക്കുമെന്നറിയില്ല, പറ്റിങ്ങനെ നടക്കുള്ളൂ. അപ്പോൾ ഇന്ന് കവർ ചെയ്യാം. ഇന്ന് കവർ ചെയ്ത് കഴിഞ്ഞാലാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കത്രികയും സ്റ്റാപ്ലെയറും പേനയും പേന എഴുതാനൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം ഇടണ്ടേ? ഇതിൻ്റെ ഇട്ടാൽ മതിയാ? ഓക്കെ. അപ്പോൾ അതാണല്ലേ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ ഇതൊക്കെ. സ്കൂളിൽ അവർ പറയുന്ന ഇംഗ്ലീഷ് മീഡിയം ബുക്ക് അതിൻ്റെ പൈസയും എല്ലാം കൊടുത്ത് നമുക്ക് തേച്ചതാണ്. സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്ത് ഇവിടെ വലിച്ച് ഇതാക്കുന്നു. അതെടുക്കാൻ കിട്ടും അങ്ങനെ കേട്ട്. വേറെ കേട് വെക്കാൻ പറ്റും. നീയാണ് ഇടുന്നത്? നിനക്കറിയോ എന്നോട്? അമ്മ ഇട്ട് തരാം. ഡ്രോയിങ് ബുക്കാണ് കേട്ടോ, അതിൻ്റെ ഡ്രോയിങ് ബുക്ക്. കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഇത് അവൻ്റെ സ്കൂളത്തെ നെയിം സ്ലിപ്പാണ് കേട്ടോ. കാണുന്നുണ്ടോ എന്തോ. ഇതിവിടെ നല്ല വിളിച്ച് കാണാൻ ചാൻസ് കുറവാണ്. ഫോൺ ഒരു ഭാഗത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന കാരണം ശരിക്കും കാണാൻ വഴിയില്ല. ഇതാണ് അവൻ്റെ സ്കൂളത്തെ നെയിം സ്ലിപ്പ് കേട്ടോ. ഇതെൻ്റെ സ്കൂളിൽ ബുക്കൊക്കെ ആക്കി തരുന്ന കവർ. ഇതുണ്ട് എത്ര അറിയാം. കവർ ചെയ്ത് വെക്കുക. ഇത് ഫുള്ള് നോട്ട്ബുക്കാണ് കേട്ടോ. ഇത് ഫുള്ള് നോട്ട്ബുക്കാണ്. കുറേ എണ്ണമുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 12 നോട്ട്ബുക്ക് ഉണ്ട് കേട്ടോ. ഇത് ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. തമ്മിൽ ഉണ്ണി കട്ട് ചെയ്ത് കേടി വരും. എന്നോട് വെക്കി. ഇതാണ് ആസാമീസ് ടെക്സ്റ്റ് ബുക്ക്. ഇതിൽ എനിക്കൊന്നും കഴിഞ്ഞ കൊല്ലം തന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം വിചാരിച്ചതാണ്. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ കാരണം അവനെ തന്നെ മര്യാദയ്ക്ക് പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ഞാനും ഇതിൽ നേരെ കോൺസെൻട്രേഷൻ ചെയ്തിട്ടൊന്നുമില്ല. എന്താ ഹിന്ദി പോലെ ഇങ്ങനെ മുകളിലൊക്കെ വരച്ചിട്ടൊക്കെയാണ് എഴുതിയെങ്കിലും അക്ഷരങ്ങൾ നല്ല വ്യത്യാസമുണ്ട്. ആനൻ്റെയും ആടിൻ്റെയും വ്യത്യാസമുണ്ട്. അർത്ഥങ്ങളും ഇത് ഇതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ബുക്കാണ്. പെൻസിൽ ക്രാഫ്റ്റ് പറഞ്ഞിട്ട് ഉണ്ടോ. ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആവാൻ കേഴ്സീവ് റൈറ്റിങ്ങിലൊക്കെ നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ബുക്ക്. ഇത് ഇംഗ്ലീഷാണ് മോനെ. ഇത് ഹിന്ദിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ബുക്ക്. എന്താ സൂപ്പർ കമ്പ്യൂട്ടർ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം സൂപ്പർ കമ്പ്യൂട്ടർ. അതിൻ്റെ കവറിങ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അല്ല വേണ്ട മോനെ, ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കും. പറയണതനുസരിച്ച് കട്ട് ചെയ്തിട്ട് കേട് വന്നാൽ പിന്നെ ബാക്കി കവറിങ് ചെയ്യാനുണ്ടാവില്ല. ബ്രൗൺ പേപ്പർ തീരും പിന്നെ നിങ്ങൾ പഠിച്ച്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാട്ടുനീല കളറും ഈ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ബുക്ക് പറയുന്നത് ഈ സാധനം പേൾ ബുക്കാണ്. ഇതിലാണ് എല്ലാ സബ്ജക്റ്റും ഉള്ളത് കേട്ടോ. എല്ലാ സബ്ജക്റ്റും ഇതിലാണ്. അതായത് ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. ഓരോ കളറും ഓരോ സബ്ജക്റ്റാണ് കേട്ടോ. താഴെ ഇടണ്ട പേൾ കണ്ട ഫ്രണ്ടിൽ പേൾ. ഇതാണ് പേൾ. അപ്പോൾ ഇത് ഫസ്റ്റ് സെമിസ്റ്റർ. ഇത് സെക്കൻഡ് സെമിസ്റ്റർ. ഇതിപ്പോൾ ഹാഫ് ഇയർ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നു. ഇത് വർക്ക്ഷീറ്റ് കഴിഞ്ഞ പോലത്തെ. പിന്നെ വർക്ക്ഷീറ്റ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു വസ്തു അതിൽ ഒരു ആക്ടിവിറ്റീസും പോലും ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം ഇനിയിപ്പോൾ വീട്ടിലിരുത്തി ചെയ്യിക്കാനാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്രാവശ്യം എന്തായാലും ഡെഫിനറ്റ്ലി ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കണം, അല്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് ചോദിക്കണം. എനിക്ക് ലാംഗ്വേജ് നല്ല പ്രോബ്ലമുണ്ട്. ഇംഗ്ലീഷും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. കേട്ട കുറച്ചൊക്കെ അറിയുന്നല്ലാണ്ട് അതും അറിയില്ല. ഹിന്ദിയും കേൾക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലും അറിയുന്നല്ലാണ്ട് ഹിന്ദിയും കേട്ടാലും അറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ചോദിക്കണം. പേൾ ബുക്ക് ഹോംവർക്ക് വീട്ടിലിരുന്നിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാനാണോ അതോ ഇനിയിപ്പോൾ സ്കൂളിൽ ടീച്ചർമാർ ചെയ്യിപ്പിക്കുമെന്നൊന്നും അറിയില്ല. കുറച്ച് എന്തൊക്കെ ടീച്ചർമാർ ബാക്കി ഒരു സബ്ജക്റ്റും അതിൽ എഴുതിയിട്ടില്ല. വേണമെങ്കിൽ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ. അപ്പോൾ ഒരു ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതും പിന്നെ ഇതാ LKG പിന്നെ പറയണ്ട. LKG ഇതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇവൻ്റെ ഇടട്ടെ കേട്ടോ. കണ്ടിട്ട് ഇരുന്നാൽ മതി. വലിയ ചെക്കന്മാരൊക്കെ ആവുമ്പോൾ വലിയ കോളേജിലും വലിയ സ്കൂളിലൊക്കെ എത്തില്ലേ,
5 ടു 6 എത്തില്ലേ? അപ്പം നീ ഒറ്റയ്ക്ക് കിട്ടോ. വിട് വിട് വിട്, കണ്ട് പഠിക്കും, കണ്ട് പഠിക്കും. ഞാൻ ഇരുന്നത് കേട്ടാ. തുറന്നു വെച്ച് പറഞ്ഞു വിട് കുഞ്ഞോ. അച്ഛൻ്റെ അടുത്ത് ടി വിൻ്റെ സൗണ്ട് ഒരു പൊട്ടി കുറയ്ക്കാൻ പറയും. മെല്ലെ പോയിട്ട് കോപ്പി റേറ്റ് വന്നാലോ, മെല്ലെ പോയിട്ട് അപ്പോൾ ഇത് നമ്മുടെ പേപ്പർ പോലെയല്ല, ഇത് ഇടുന്നതന്നെ. ഇത് കണ്ടില്ലേ, കവറ് പോലത്തെ തന്നെയാണ്. പക്ഷെ ചുളുങ്ങി കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ചുളുക്കാണ്ട് സൂക്ഷിക്കണം. ഇടുമനെ. അപ്പോൾ ഇതിൻ്റെ സെറ്റായി. ഓരോന്നിനും എടുത്ത് വെക്കട്ടെ കേട്ടോ. പേർക്കുണ്ടെങ്കിൽ ഒരു 1-ലിട്, ഫുള്ളിലിട്ടത് പറക്കും. ഇവിടെ ചൂടൊന്നും ഇല്ല, പക്ഷെ ഇവർക്ക് ഭയങ്കര ചൂട് അങ്ങനെയൊക്കെയാണ്. രാവിലത്തെ മഞ്ഞൊക്കെ കണ്ടതല്ലേ. നാട്ടിൽ വന്ന ഇവർ പിന്നെ ഇവരുടെ കാര്യം കട്ട പുകയായിരിക്കും. അത്രയും ഇതാണ് ഇവർക്ക്. അടുത്ത് കൂടെ പോകാൻ പറ്റില്ല. എനിക്ക് പിന്നെ നോ പ്രോബ്ലം കേട്ടോ. നല്ല ഇഷ്ടമാണ് ഈ കാലാവസ്ഥ. തണുപ്പും ഇല്ല, അധികം ചൂടും ഇല്ല, നല്ല സുഖം. കിടന്നുറങ്ങാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ കിടന്നുറങ്ങാം. അത്രയ്ക്ക് നിൽക്കും. നല്ല കാറ്റും അങ്ങനത്തെ ഒരു ഉറക്കം വരുന്ന ഒരു ടൈപ്പിലുള്ള ഒരു ക്ലൈമറ്റ്. ഹലോ ഗൈസ്, ഇതാണ്ട് ഇത്രയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു 2-3 ബുക്ക് കവർ ചെയ്യുമ്പോഴേക്കും എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. കാരണം സമയം 1 മണി ആകാനായി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല 1 മണീൻ്റെ. അപ്പോൾ എന്തായാലും ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്കിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കിടന്നിട്ട് 2 മണിയാകുമ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കി അട്ടിയിട്ടിട്ട് വൈകുന്നേരത്തെ പണികളൊക്കെ അപ്പോൾ നോക്കാം. ഞാൻ ഇത്തിരി ഉറങ്ങാൻ പോവാണ് കേട്ടോ ഗൈസ്. ഉച്ച നേരത്തെ ഉറങ്ങുന്ന ശീലമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഉറങ്ങിയാലോ പോക്കുട്ട? കുറച്ച് നേരം ഇവൻ്റെ മുഖം കണ്ട പാടിയിരിക്കണ്. ചോറ് തരട്ടെ? ശരി എന്നാൽ. ഹലോ ഗായ്സ്, പുസ്തകങ്ങളൊക്കെ ഒരു വിധത്തിൽ അട്ടിയിട്ട് കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ ഇനി അടിച്ചുകൂട്ടി കളയണം. എല്ലാ പുസ്തകങ്ങളും അട്ടിയിട്ടു. പാവക്കുട്ടൻ്റെ ഇനിയിപ്പോൾ കുഞ്ചാവൻ്റെ അട്ടിയിടാൻ ടൈമില്ല. സമയം അപ്പോഴത്തേക്കും 5:45 ആകാനായി. കുറച്ച് നേരം ഉറങ്ങാൻ പോയതാണ്. കുറേ ടൈം വേസ്റ്റായി അങ്ങനെ. അത് കാരണം ഇനിയിപ്പോൾ അടിച്ച് തുടച്ച് കുളിച്ച് വിളക്ക് വയ്ക്കാനുള്ള ഇത് നോക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒതുക്കി വയ്ക്കാം. പകുതി മുക്കാലിലും പാവക്കുട്ടൻ വന്നിട്ട് നെയ്സ്ലിപ്പൊക്കെ ഒട്ടിച്ചു. കുറച്ചെണ്ണത്തിൽ ഒട്ടിക്കാനുണ്ട്. അത് അവന് നെയ്സ്ലിപ്പ് ഒട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് അപ്പോൾ സ്റ്റിക്കർ പോലെ വലിക്കുക അതൊക്കെ ചെയ്യാൻ. അപ്പോൾ അത് അവൻ ചെയ്തോളൂ. ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് അവൻ കരയാൻ നിൽക്കും. ബുക്സ് ഇത്രയും ബുക്സ് ആട്ടിയിട്ടു. എത്ര ബുക്സ് ഉണ്ട് കണ്ട. 3 നോട്ട്ബുക്ക് കവർ ചെയ്യാനുള്ള കവറില്ല. എന്താണ് ബ്രൗൺ പേപ്പർ ഇല്ല. കണ്ടില്ലേ അവൻ്റെ സ്കൂളിൻ്റെ പേരൊക്കെ. സെൻറ്റ് ജോസഫ് സ്കൂൾ മിരിജ പറയുന്നത് ആസാമിൽ. ഞങ്ങൾ ആസാമിലാണ്. ഇവിടുത്തെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മകന് കപ്പ് കേക്ക് വേണം പറഞ്ഞിട്ട് എൻ്റെ മകൻ കപ്പ് കേക്ക് തിന്നുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിന്നാൻ പോകുന്നു. വെറുതെ ഇങ്ങനെ ഇരുന്ന് അട്ടയിട്ട് എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. ചായ വെച്ചിട്ടില്ല, ചായ വെക്കാൻ പോകണം. ഇവിടെ നിന്ന് അടിക്കണം. അപ്പോൾ വിളക്കൊക്കെ വെച്ചു കൂട്ടാ ഗൈസ്. നിലവിളക്ക് അവിടെ കൊണ്ട് വെക്കാം നമുക്ക്.
അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയണം. ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയണം. പക്ഷേ 1 വർഷത്തിൻ്റെ മേലെ ആയിട്ടുണ്ട്. അല്ല, 1 വർഷത്തിൻ്റെ മേലെയല്ല, 1 വർഷം ആവാനായിട്ടുണ്ട്. എനിക്ക് കുറേ ആയ പോലെ തോന്നുന്നു യൂട്യൂബ് തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന്. പക്ഷെ 1 വർഷം ആകാനായിട്ടുണ്ട്. ഞാൻ അടുത്ത ഈ മാസം കൂടി കഴിഞ്ഞാൽ 1 മാസം, ഈ ഏപ്രിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വർഷമായി. പക്ഷേ ഇതുവരേക്കും ഒരു 500 സബ്സ്ക്രൈബർ പോലും ആയിട്ടില്ല. കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വിളക്കൊക്കെ വെച്ചു, കണ്ടില്ലേ? അപ്പോൾ പിള്ളേരൊക്കെ അതവിടെ നിൽക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാനും ഒക്കെ നിൽക്കുകയാണ്. ഞാനപ്പോഴേക്കും ഇത് എൻ്റെ ആക്കട്ടെ എന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തു. ഏട്ടനുള്ളത് കൊണ്ട് ഏട്ടനാണ് ചായ വെച്ചത്. ഞാൻ അടിക്കാനും തുടയ്ക്കാനും നിന്നപ്പോൾ സമയം വൈകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിള്ളേർക്ക് നേരത്തെ ഏട്ടൻ തന്നെ ചായ വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് എപ്പോഴും ഒരു ആഗ്രഹമാണ് ഒരു വരുമാനം ഉണ്ടാവണം. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള വീട്ടമ്മമാർ ആരാണെങ്കിലും കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ. ഞാനപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞ് വൈൻഡപ്പ് ആക്കിയിട്ട് വന്നപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഇവർ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുകയാണ്. അപ്പം അതാണ് ഇപ്പോൾ കേട്ടോ. സാമി തോന്നുന്നു സ്കൂളിലേക്ക് പോകുന്നു, പഠിക്കുന്നു, സ്കൂളിലേക്ക് പോയിട്ട് പഠിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവനാകെ നാണക്കേട് പോലെ ആയിട്ടാണ് ഇട്ടപ്പം നിൽക്കുന്നത്. അതുവരെ മര്യാദയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചതായിരുന്നു. അപ്പം ഞാൻ ചായ കുടിക്കുകയാണ്. വൈൻഡപ്പൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു പൊട്ടി ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം ചായ കുടിക്കില്ല. രാവിലെയൊക്കെ ചായ കുടിച്ചതുകൊണ്ട് വൈകുന്നേരത്തെ ചായ കൂടി ഒഴിവാക്കാൻ വിചാരിച്ചു. അപ്പോൾ പിള്ളേർ വെച്ചപ്പോൾ ഇനി ബാക്കി കളയണ്ടേ, കുടിക്കാൻ പറഞ്ഞിട്ട് കുടിക്കുകയാണ്. ടാറ്റാ.